നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാട്. ഗതാഗതക്കുരുക്കൊഴിയാതെ താമരശ്ശേരി ചുരം. മുക്കം മുളങ്കാട് സന്ദർശിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വേങ്ങരയിൽ കുഴൽപ്പണ വേട്ടയിൽ കൊടുവള്ളി സ്വദേശി പിടിയിൽ. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 17 വയസ്സുകാരൻ രോഗവിമുക്തനായി. വാർത്തകൾ വിശദമായി. ഇന്ന് ഉത്രാടം. ഓണാഘോഷത്തിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവോണ ദിനത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലിൽ അലിയുന്ന ദിനം. സദ്യവട്ടങ്ങൾക്കായി തിരുവോണത്തലേന്ന് ചന്തകളിലെത്തി പച്ചക്കറികളും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങുന്നതിൻ്റെ അവസാന ഘട്ടം. നഗരങ്ങളിലെ ചന്തകളിലും വഴിയോരങ്ങളിലും വളരെ തിരക്ക് പിടിക്കുന്ന ദിവസം കൂടിയാണ് ഉത്രാടം. പച്ചക്കറി പലവ്യഞ്ജന കടകളിലും തുണിക്കടകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം. ഷോപ്പിംഗ് മാളുകളിലും ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്ക് വർദ്ധിക്കും. എന്നാൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉത്രാടപ്പാച്ചിലിന് തടസ്സം നേരിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയും അപകടത്തിൽപ്പെട്ടുമുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നില്ല. കഴിഞ്ഞ ദിവസം 6-ാം വളവിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെ തെന്നിമാറിയാണ് അപകടമുണ്ടായത്. ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ലോറി പിന്നീട് ഇവിടുന്ന് മാറ്റിയത്. നേരത്തെ 9-ാം വളവിന് സമീപം റോഡിൽ നിന്ന് തെന്നിമാറി കൊക്കയിലേക്ക് മറിയാൻ പാകത്തിൽ അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറിയും ഗതാഗതക്കുരുക്കിന് വഴിവെച്ചിരുന്നു. 8-ാം വളവിന് സമീപം യന്ത്രത്തകരാർ മൂലം വാഹനങ്ങൾ പണിമുടക്കിയതും ഗതാഗത തടസ്സമുണ്ടാക്കിയിരുന്നു. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റും ഒറ്റ വരിയായി വാഹനങ്ങൾ കടത്തിവിട്ട് കുരുക്ക് അഴിക്കാനുള്ള ശ്രമം നടത്താറുണ്ടെങ്കിലും ക്രമം തെറ്റിച്ചു വരുന്ന വാഹനങ്ങൾ പലപ്പോഴും കുരുക്കിന് വീണ്ടും വഴിയൊരുക്കുന്നുണ്ട്. ചുരം സംരക്ഷണ സമിതി, ചുരം ഗ്രീൻ ബ്രിഗേഡ് തുടങ്ങിയ സന്നദ്ധ സംഘടനകളും പോലീസും ജാഗ്രത പുലർത്തുന്നതിനാൽ പരമാവധി കുരുക്കൊഴിവാക്കാൻ സാധിക്കുന്നു എന്നത് മാത്രമാണ് ആശ്വാസം. മുക്കം കടവ് പാലത്തിന് സമീപം ചെറുപുഴയോരത്തുള്ള മുളങ്കാട് സന്ദർശിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NK ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകരിയുടെ സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനം. ബഹുസ്വരം ചെയർമാൻ സലാം കാരമുല കാര്യങ്ങൾ വിശദീകരിച്ചു. മുളങ്കാട്ടിൽ പ്രകൃതിക്കിണങ്ങും വിധത്തിലുള്ള പാർക്ക് നിർമ്മാണം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ നടപ്പിലാക്കാനുള്ള വിവിധ പദ്ധതികൾക്ക് സംഘം പിന്തുണ അറിയിച്ചു. മതിയായ രേഖകളില്ലാതെ 1 കോടി രൂപയുമായി കൊടുവള്ളി സ്വദേശി വേങ്ങര പോലീസിന്റെ പിടിയിൽ. കൂരിയാട് ദേശീയപാത ജംഗ്ഷനിൽ അടിപ്പാലത്തിന് സമീപം വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് മുഹമ്മദ് മുനീർ പിടിയിലായത്. സ്കൂട്ടറിൻ്റെ മുൻഭാഗത്ത് ചാക്കിൽ കെട്ടിവെച്ചും ഡിക്കിയിലായും കടത്തുകയായിരുന്ന 1 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. പണം വേങ്ങരയിലും പരിസരങ്ങളിലുമായി വിതരണത്തിന് എത്തിച്ചതാണെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം DYSP KM ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം വേങ്ങര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജേന്ദ്രൻ നായർ, സനൂപ്, സ്മിജു, ലിബിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹന പരിശോധന നടത്തിയത്. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 17 വയസ്സുകാരൻ രോഗവിമുക്തനായി. അമീബയും ഫംഗസും രോഗിയുടെ തലച്ചോറിനെ ബാധിച്ചിരുന്നു. കൃത്യമായ ചികിത്സയിലൂടെയാണ് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും ലോകത്തു തന്നെ ഇത്തരം തിരിച്ചുവരവ് അപൂർവമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 22 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.